2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 135 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായാണ് കോൺഗ്രസ് കർണാടകയിൽ അധികാരമേറ്റത്. എന്നാൽ ഈ ഏറ്റവും വലിയ ഭൂരിപക്ഷം അത് കോൺഗ്രസിനകത്തെ ആഭ്യന്തര കലഹങ്ങൾക്ക് കൂടി വഴിവെക്കുകയായിരുന്നു. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയായിരുന്നു ആദ്യം തർക്കം രൂക്ഷമായത്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കണമെന്നും KPCC അധ്യക്ഷനായിരുന്ന DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ളതായിരുന്നു പ്രധാന തർക്കം. പിന്നീട് തർക്കം മുറുകിയപ്പോൾ ഹൈക്കമാൻഡ് ഇടപെടുകയും സിദ്ധരാമയ്യ തന്നെ ഇത്തവണയും മുഖ്യമന്ത്രിയാകട്ടെ എന്നുള്ള നിർദ്ദേശം ഹൈക്കമാൻഡ് വെക്കുകയും ചെയ്തു. ഒപ്പം ടേം അടിസ്ഥാനത്തിലുള്ള ഒരു വ്യവസ്ഥ കൂടി കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു. 2.5 വർഷം സിദ്ധരാമയ്യയും 2.5 വർഷം DK ശിവകുമാറും ഭരിക്കട്ടെ എന്നതായിരുന്നു കോൺഗ്രസ് മുന്നിൽ വെച്ച തർക്കപരിഹാര മാർഗം. ഭരണം തുടങ്ങി 1 വർഷം പിന്നിട്ടപ്പോഴേക്കും മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കം കർണാടക കോൺഗ്രസിൽ വീണ്ടും സജീവമായി. 5 വർഷം സിദ്ധരാമയ്യ തന്നെ തുടരുമെന്ന് സിദ്ധരാമയ്യയുടെ പക്ഷവും മന്ത്രിമാരും അവകാശപ്പെട്ടപ്പോൾ 2.5 വർഷം കഴിഞ്ഞാൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്ന് DK പക്ഷവും വലിയ സമ്മർദ്ദങ്ങൾ ചെലുത്തി. പരസ്യപ്രചാരണങ്ങൾ പാർട്ടിക്ക് തന്നെ വലിയ ദോഷം വരുത്തുന്നു എന്ന് വിലയിരുത്തിയ ഹൈക്കമാൻഡ് 2025 ജൂലൈ മാസത്തിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അവസാനിപ്പിക്കണമെന്ന് DK ശിവകുമാറിനും സിദ്ധരാമയ്യക്കും നിർദ്ദേശങ്ങൾ നൽകി. എന്നാൽ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ട് പ്രാതൽ വിരുന്നുകളൊരുക്കി ഇരുപക്ഷത്തെയും ശക്തി പ്രകടിപ്പിക്കുകയായിരുന്നു നേതാക്കൾ. ഇതിനിടെ 2024 ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങൾ സിദ്ധരാമയ്യക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. മൂടാഭൂമി അഴിമതി തട്ടിപ്പ്, വാൽമീകി കോർപ്പറേഷൻ്റെ അഴിമതി, KSRTCയിലെ പണമിടപാട് തട്ടിപ്പ് എന്നിവയൊക്കെ തന്നെയും DK ശിവകുമാർ പക്ഷം പോലും സിദ്ധരാമയ്യക്കെതിരെ കടുത്ത ആരോപണമായി ഉയർത്തിക്കൊണ്ടുവന്നു. 200 കോടിയിലധികം സിദ്ധരാമയ്യയും കുടുംബവും കൈപ്പറ്റി എന്നുള്ളതാണ് DK ശിവകുമാർ പക്ഷം പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയത്. ടേം വ്യവസ്ഥ പൂർത്തിയായിട്ടും രാജിവെക്കാതിരുന്ന സിദ്ധരാമയ്യക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് കോൺഗ്രസിൽ നിന്ന് പോലും ഉയർന്നു വന്നത്. ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തിയ ഹൈക്കമാൻഡ് ഇടപെട്ടു. 2 നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും ഡൽഹിയിൽ വെച്ച് മാരത്തൺ ചർച്ചക്കൊടുവിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയാകട്ടെ എന്നുള്ള വ്യവസ്ഥ ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചു. രാജ്യസഭാ സീറ്റ് വാഗ്ദാനം നൽകിയാണ് സിദ്ധരാമയ്യയെ അനുനയിപ്പിച്ചത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത രാജ്യസഭാ സീറ്റിലേക്ക് കർണാടകയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ സിദ്ധരാമയ്യ തിളങ്ങുമെന്നുള്ളതും വ്യക്തമാവുകയാണ്. സിദ്ധരാമയ്യ രാജിവെച്ച ശേഷം 2 ദിവസത്തിനകം തന്നെ DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുടെയും പിന്തുണ DK ശിവകുമാറിന് ലഭിച്ചു എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. 2 വർഷക്കാലമായിരിക്കും ഇനി DK ശിവകുമാറിന് കർണാടകയിൽ മുഖ്യമന്ത്രിയായി തുടരാനാവുക.